നമുക്ക് അസിംഗ് അവൈറ്റോ ആയിട്ട് നമുക്ക് ചെയ്യാം, അതും കാണിച്ചു തരാം. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കളയാം. ഓക്കെ, ഇത്രയും കാര്യം കളഞ്ഞതിന് ശേഷം ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ ഞാൻ അസൈൻ ചെയ്യാണ്. ഈ വരുന്ന ഫെച്ചിൽ വരുന്ന റെസ്പോൺസ് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ അസൈൻ ചെയ്യുന്നു. റെസ്പോൺസ് തന്നെ കൊടുക്കുക, റെസ്പോൺസ് എന്നോ. ഓക്കെ, റെസ്പോൺസ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പണി ചെയ്യാം, നമുക്ക് ഡാറ്റ എന്ന് കൊടുക്കുക. ഡാറ്റ കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചതാണ് അവൈറ്റ് കൊടുക്കണം. അവൈറ്റ് കൊടുത്തു. അവൈറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി എന്താ കൊടുക്കേണ്ടത്. ഇവിടെ എന്താണ് എറർ ത്രോ ചെയ്യുന്നത്? അവൈറ്റ് എന്നുള്ള ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് വേണം, ഫംഗ്ഷൻ അസിങ്ക് ആയിരിക്കണം. നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് തോന്നുന്നു, നോക്കാം നമ്മൾ, കാരണം മുന്നത്തെ വീഡിയോയിലൊക്കെ പ്രോപ്പറായി പറഞ്ഞതാണ് അസിങ്ക് വെയിറ്റ്. ഓക്കെ, ഈ ഡാറ്റ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കുള്ള ഡാറ്റ എന്ത് ചെയ്യും, കാണാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യുക, ഡാറ്റ പ്രിൻ്റ് ചെയ്യുക, പിന്നെ ഇൻവോക്കേഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇത് സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, റെസ്പോൺസ് വന്നു. റെസ്പോൺസിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഡാറ്റ ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിനെ ജേസണിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഡാറ്റ ഡോട്ട് ജേസൺ എന്ന് കൊടുക്കുക. ഓക്കെ, ജേസൺ കൊടുത്തതിന് ശേഷം ഇതൊരു അസൈൻ ഫംഗ്ഷനാണ്. അപ്പോൾ അസൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു വേരിയബിൾ അസൈൻ ചെയ്യണം. അപ്പോൾ റെസ്പോൺസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, റെസ്പോൺസ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അവൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി കൊടുക്കാം. ഓക്കെ, അവൈറ്റ് കൊടുത്തു. റെസ്പോൺസ്, ഓക്കെ, റെസ്പോൺസ് എന്നല്ലേ. ഓക്കെ, റെസ്പോൺസ്. ഓക്കെ ഓക്കെ, റെസ്പോൺസ് എന്ന് കൊടുത്ത് ജേസണിൽ കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ലോഗ് ചെയ്ത് നോക്കാം നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ടോയെന്ന്. റെസ്പോൺസ് നോക്കിയതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി പോയി നോക്കിയാൽ, ഓക്കെ, ഒന്നുകൂടി പോയി നോക്കിയാൽ നമുക്ക് എല്ലാ ഡാറ്റാസും ഇവിടെ കാണാൻ പറ്റും. 20 ഡാറ്റ ഇവിടെ എന്ത് ചെയ്യും, കാണാൻ പറ്റും. ഓക്കെ, 20 ഡാറ്റ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ കോൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഡാറ്റ എന്നുള്ളത് കിട്ടി. ഓക്കെ, ദെൻ സേവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത്രയും ഡാറ്റ കിട്ടി അല്ലേ. ഇനി ഈ ഡാറ്റ ആണ് നമുക്ക് ഈ ടേബിളിൽ കൊണ്ടുവരുന്നത്. ഈ ഡാറ്റയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും കൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ജേസൺ രൂപത്തിൽ കിട്ടുക, ഒരു ഒബ്ജക്റ്റ് രൂപത്തിൽ കിട്ടുന്നത്. ഓക്കെ, ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മൂന്നാമത്തെ ടൈറ്റിൽ ഉണ്ട്. ഓക്കെ, ടൈറ്റിൽ ഉണ്ട്, പ്രൈസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്ത് നോക്കുക. ഇനി ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പ്രൊഡക്റ്റ് നെയിമും പ്രൈസും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഇമേജും കൂടി ഇതിലുണ്ടാവും. ഓക്കെ, ഇമേജ് എന്നുള്ളത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, തൽക്കാലം ഇമേജ് കാണിക്കുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതിന് ചെയ്ത് ഇതൊരു റെസ്പോൺസ് എന്നുള്ളത് എന്താണ്, ഒരു അറേ ആണല്ലോ. അപ്പോൾ അറേനെ എന്ത് ചെയ്യണം, നമുക്കൊരു മാപ്പ് ഇടണം. അറേ ഡോട്ട് റെസ്പോൺസ് ഡോട്ട് മാപ്പ്. ഓക്കെ, മാപ്പിലാണല്ലോ നമ്മൾ അറേ ഡിറ്റക്ഷൻ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഡാറ്റ മാപ്പ് എന്താ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ട്, അതിൽ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട് എന്താണ് മാപ്പ്, അതുപോലെ ഫിൽറ്റർ എന്താണെന്നുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ റെസ്പോൺസ് ചെയ്തിട്ട് ഇനി എവിടെയാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്. ലിസ്റ്റ് ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയാണ്, ഈ ടി ആറിലാണ്. ഈ ടി ആറിൽ എന്ത് ചെയ്യണം, ഒരു ഐ ഡി കൊടുക്കാം. നമുക്ക് തൽക്കാലം ഒരു ഐ ഡി കൊടുത്തതിന് ശേഷം ഇവിടെ എന്താണ് ഐ ഡി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐ ഡി കൊടുക്കുക. ഞാൻ റോ ഡാറ്റ എന്ന് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആർ ഡാറ്റ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ആർ ഡാറ്റ എന്നുള്ള ഐ ഡി കൊടുക്കും. ഓക്കെ, ആ ഐ ഡിനെ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്തുകൊണ്ടെന്നറിയോ, നമ്മൾ പ്രോപ്പർ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇന്ന് ആർ ഡാറ്റ എന്ന് കൊടുത്തിട്ട് ഡോട്ട് നമുക്ക് എന്താ കൊടുക്കേണ്ടത്, ഇന്നർ എച്ച് ടി എം എൽ. ഓക്കെ, ഇന്നർ എച്ച് ടി എം എല്ലിൽ എന്താ കൊടുക്കേണ്ടത്, ഇതിൽ വരുന്ന ഡാറ്റ നമുക്ക് അവിടെ പാസ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഈ റോന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഓരോന്നിനും കൊടുക്കണ്ടേ, നെയിം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനും ഓരോ ഐ ഡി കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് തൽക്കാലം റോ എന്നുള്ളത് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ടി ഡിയിൽ പോയിട്ട് ഓരോന്നിനും ഒരു ഐ ഡി കൊടുക്കുക. റോ നെയിം എന്ന് കൊടുക്കുക. ഓക്കെ, റോ നെയിം ഒന്ന് കൊടുത്തു. പിന്നെ ഒരു ഐ ഡി നമുക്കെന്താ, പ്രൈസ് അല്ലേ, അപ്പോൾ ഐ ഡി പ്രൈസ് എന്ന് കൊടുക്കുക. ആർ പ്രൈസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ആർ പ്രൈസ്.
ഓക്കെ ആർ പ്രൈസിന് കൊടുത്തു. ഓക്കെ ദെൻ ഇവിടെയാണ് ഇമേജ് ആണെങ്കിലും ഈ ടി ഡിയിലെ ഇമേജിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഐ ഡി കൊടുക്കാം. തൽക്കാലം ഇവിടെ ഇമേജിന് ഐ ഡി കൊടുക്കാം. ഓക്കെ ഐ ഡി RIMG എന്ന് കൊടുക്കാം. ഓക്കെ IMG കൊടുത്തു. ഓക്കെ നെയിം ആണ് വരുന്നതെങ്കിൽ നെയിം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡോട്ട് എലിമെൻറ്റ് വേണ്ടി നെയിം കൊടുത്തതിന് ശേഷം ഇവിടെ ഡാറ്റ ഡോട്ട് ടൈറ്റിലാണ് അവിടെ കണ്ടത് അല്ലേ, ടൈറ്റിലല്ലേ. ഒന്നും കൂടി പോയി നോക്കാം. ഇതിനെന്ത് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇവിടെ തൽക്കാലം ഇതിന് എന്ത് ചെയ്യാം, എന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺസോൾ ഇട്ടത് പോയിട്ടുണ്ട്. ഓക്കെ അതൊന്നുകൂടി കൺസോൾ ഇടാം. ഡോട്ട് ലോഗിൽ റെസ്പോൺസ് കൊടുക്കുക. ഓക്കെ ഇതൊന്നും കൂടി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടി. ഡാറ്റയിൽ എന്താണ്, ഡാറ്റയിൽ എന്താ ഈ പറഞ്ഞ പോലെ ടൈറ്റിലാണ്. ഓക്കെ ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ ഇവിടെ ഉണ്ട്, ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ കോപ്പി ചെയ്യുക, നേരെ പോയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡിയിൽ നെയിമിൽ നമ്മളെന്തോ ടൈറ്റിൽ കൊടുക്കും. ഓക്കെ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇന്നർ HTML മൊത്തം എന്തായിരിക്കും, ടൈറ്റിലായിരിക്കും. ഒന്ന് സേവ് ചെയ്ത് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ കണ്ടോ, അവിടെ കണ്ടോ, നമ്മൾ കൊടുത്തത് എന്തായാലും ആണോ, അല്ല, ഇവിടെ എന്താണോ കൊടുത്തത് അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ ദെൻ നമുക്ക് വേണ്ടത് എന്താ, ഒന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ഇവിടെ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ആർ പ്രൈസ് എന്താ നോക്കുക. ഇവിടെ ആർ പ്രൈസ് കൊടുക്കുക. ഇന്നർ HTML ഡോട്ട് പ്രൈസ്. ഓക്കെ പ്രൈസാണ് കൊടുക്കേണ്ടത്. ഇവ പ്രൈസ് എവിടെ നിന്ന് കിട്ടി, അപ്പോൾ പ്രൈസ് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് കാണാൻ പറ്റും. അവിടെ പ്രൈസ് കിട്ടി, ആ പ്രൈസിന് ഇവിടെ ആഡ് ചെയ്തു. പിന്നെയാവും നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി വേണം, അതും കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ അടുത്ത എന്താണ്, ഇമേജ് ആണ്. ഇമേജ് തന്നെ 6 ഇമേജ് എന്ന് കൊടുക്കുക. പിന്നെ നേരെ എന്ത് ചെയ്യും, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 6 ഇമേജ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെയാണ് കൊടുക്കേണ്ടത്, സ്റ്റൈലാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ സോഴ്സാണ് കൊടുക്കേണ്ടത്. ഓക്കെ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇന്നർ HTML മാറ്റിയിട്ട് ഇവിടെ SRC എന്ന് കൊടുത്താൽ മതി. ഓക്കെ സോഴ്സ് എന്താണോ ആ സോഴ്സ് SRC ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഇമേജ് കിട്ടി, ID കിട്ടി, ഇനി സോഴ്സ് കൊടുത്താൽ മതി. സോഴ്സിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇമേജ് ആണോ എന്നുള്ളത് ഒന്നും കൂടി പോയി നോക്കുക. ഒരു ID എന്ത് ചെയ്യാം, പിക്ക് ചെയ്യാം. എന്നിട്ട് ഒന്ന് നോക്കാം, ഇവിടെ ഇമേജ് ആണ്. ഓക്കെ ഇമേജ് എന്നുള്ളത് കോപ്പി ചെയ്യുക, നേരെ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ ഇമേജ് എന്നുള്ളത് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഡാറ്റയിൽ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. നമുക്കൊന്ന് നോക്കി നോക്കാം അത് വർക്കിംഗ് ആണെന്ന്. കണ്ടോ വർക്കിംഗ് ആണ് സംഭവം. എന്താ ഈ വർക്കിംഗ് ആണ്, ഈ പറഞ്ഞ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ നമുക്ക് 20 പ്രോഡക്ട്സ് എന്തെങ്കിലും ലിസ്റ്റായി കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പണി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഓക്കെ ഇപ്പോൾ നമുക്ക് പ്രിൻ്റ് ആയിട്ടുള്ളത് ഒറ്റ പ്രോഡക്റ്റ് ആണ്. കാരണം എന്താ, ഒറ്റ റോ ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, അവിടെ മാപ്പ് ചെയ്തതും. അപ്പോൾ ഒറ്റ ID വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യും, ഇവിടെ ലിസ്റ്റ് ചെയ്യിപ്പിക്കും. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റും ലിസ്റ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. അതായത് HTML ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഇവിടുത്തെ TR മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യണം. ഓക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ മാത്രം കിട്ടുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, index.jsൽ പോയിട്ട് ഇവിടെ ഇനി ഒരു പുതിയ കാര്യം കൂടിയാണ്, ഡോമും കൂടിയാണ്. നമ്മൾ ഒരു ഡോം എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു നോഡ് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ മൊത്തം കളഞ്ഞു. പിന്നെ ഡാറ്റ മാപ്പ് ചെയ്യും. മാപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു റോ ഉണ്ടാക്കണം. ഓക്കെ റോ ഉണ്ടാക്കാൻ വേണ്ടി ലെറ്റ് റോ എന്നുള്ളത് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ കൊടുക്കുന്നു. എന്നിട്ട് ഒരു റോ ഉണ്ടാക്കണം അല്ലേ. നമ്മളിവിടെ TR എന്നുള്ളത് മൊത്തത്തിൽ കമൻറ്റ് ചെയ്തിട്ടില്ലേ, ആ റോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിയേറ്റ് എലമെൻറ്റ് എന്ന ഫംഗ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഇല്ലാത്ത ഒരു ഡോം നമ്മൾ ഉണ്ടാക്കുകയാണ്, ഒരു നോഡ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാ നോഡ്, TR. ഓക്കെ TR എന്നുള്ള നോഡ് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, റോല് വെച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഇനി ഒരു TR ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ TRൻ്റെ ഉള്ളിൽ TD അല്ലേ. ഓക്കെ TD ഉണ്ടാക്കണം. അപ്പോൾ TD ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ലെറ്റ് ഒരു TD എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കി. പിന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് TD. ഓക്കെ TD എന്നുണ്ടാക്കി. ഇനി TD എന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കതിൽ എന്ത് ചെയ്യണം, ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി TD ഡോട്ട് ടെക്സ്റ്റ് കണ്ടൻറ്റ് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. എന്താണ് കണ്ടൻറ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ട കണ്ടൻറ്റ്. ഓക്കെ ആഡ് ചെയ്യേണ്ട കണ്ടൻറ്റ് എന്താ വെച്ചാൽ ഡാറ്റ
എന്താണ് ഡോട്ട് നെയിമാണ്. ഓക്കെ, നമുക്ക് എന്താ നെയിമല്ലേ പോകേണ്ടത്, അല്ല ടൈറ്റിലാണ്, അല്ലേ സോറി, ടൈറ്റിലാണ് നമുക്ക് ആഡ് ചെയ്യുന്നത്. ടൈറ്റിൽ എന്നുള്ളതാണ് നമുക്ക്, കാരണം ഇവിടെ അറേയിലുള്ളത് എന്താണ്, ഇവിടെ അറേയിലുള്ളത് എന്താണ്, അറേയിലുള്ളത് ടൈറ്റിൽ എന്നാണ് നമുക്കറിയാം. ഓക്കെ, ടൈറ്റിലാണ്. അപ്പോൾ ആ ടൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊടുക്കേണ്ടത്, ടൈറ്റിൽ കൊടുത്തു. ഓക്കെ, ഇവിടെ നെയിം കൊടുക്കുക, കാരണം എന്താ വെച്ചാൽ നമുക്ക് നെയിം ആണല്ലോ വേണ്ടത്. ഓക്കെ, നെയിം എവിടെയും നെയിം ആക്കി കൊടുക്കാം. ഓക്കെ, നെയിം ഡോട്ട് ടൈറ്റിൽ കൊടുത്തു. ദെൻ നമുക്ക് രണ്ടാമത്തെ വേണ്ടത് എന്താ, ലെറ്റ്, പിന്നെ എന്താ, പ്രൈസ് അല്ലേ വേണ്ടത്, നമുക്ക് പ്രൈസാണ് വേണ്ടത് അല്ലേ, രണ്ടാമത്തെ നമ്മൾ പ്രൈസ് അല്ലേ, യെസ് പ്രൈസ്. അപ്പോൾ പ്രൈസ് എന്നുള്ളത് ആഡ് ചെയ്യാം. ഓക്കെ, പ്രൈസ് നേടി ഇതേപോലെ ചെയ്യാം. പ്രൈസ് എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് ടി ഡി ഉണ്ടാക്കുക. ഓക്കെ, ഓരോന്നിനും ടി ഡി വേണമല്ലോ, ടി ഡി ഉണ്ടാക്കുക. ടി ഡി ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ എന്താ ചെയ്യുക, പ്രൈസ്, ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി, ഇത് ഞാൻ സമയം കളയാത്തതുകൊണ്ട് പെട്ടെന്ന് എടുക്കുകയാണ്. ഇവിടെ പ്രൈസ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെയും പ്രൈസ് ആക്കുക, പിന്നെ അതുപോലെ തന്നെ ഇവിടെയും പ്രൈസ് ആക്കുക. ഓക്കെ, ദെൻ ഇതേപോലെ ഒന്ന് കോപ്പി ചെയ്യുക, പിന്നെ അടുത്തത് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, ടി ഡി തന്നെ, പ്രൈസിന് പകരം നമ്മൾ എന്താണ് അടുത്തത് ഉണ്ടാക്കിയത്, ഇമേജ്. ഓക്കെ, ഇമേജ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഇമേജ് കൊടുത്തതിന് ശേഷം ഇവിടെ ഇമേജ്, ഇവിടെ ഇമേജ് ആക്കി മാറ്റുക, ഇവിടെ സോഴ്സ് ആക്കി മാറ്റുക. എന്താണ്, ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടെക്സ്റ്റ് കണ്ടൻറ്റ് വേണ്ട ആവശ്യമില്ല, സോഴ്സ് നേരത്തെ എഴുതുക. ഓക്കെ, നേരത്തെ എഴുതിയ ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇമേജ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇമേജ് കൊടുത്തതിന് നമുക്ക് എന്തെങ്കിലും കിട്ടി. ഇനി ഇമേജിൻ്റെ സ്റ്റൈൽ കൊടുക്കണം, കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ സ്റ്റൈൽ ഇവിടെയാണ് കൊടുത്തിരുന്നത് ഇമേജിൽ, പക്ഷേ അത് സ്റ്റൈൽ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റും, അത് നമ്മൾ പഠിച്ചതാണ്. ഇമേജ് ഡോട്ട് സ്റ്റൈൽ, എന്താണ് സ്റ്റൈൽ കൊടുക്കുക. സ്റ്റൈൽ കൊടുത്തതിന് ശേഷം ഡോട്ട് വിഡ്ത്ത് എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്, അത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് 250 പിക്സൽ കൊടുക്കാം. ഓക്കെ, പിക്സൽ കൊടുക്കാം, ഒരു സ്ട്രിങ്ങിനുള്ളിലാക്കാൻ മറക്കല്ലേ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹൈറ്റും കൂടി കൊടുക്കണം. ഹൈറ്റും കൂടി കൊടുക്കാൻ വേണ്ടി ഇത് നേരെ കോപ്പി ചെയ്യുക, ഒരു വേസ്റ്റ് ചെയ്യുക, ഇവിടെ വിഡ്ത്ത് എന്നുള്ളത് ഹൈറ്റ് ആക്കുക, ഇവിടെ ഓട്ടോ എന്ന് കൊടുക്കുക. ഓക്കെ, ഓട്ടോ എന്ന് കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി. നിങ്ങൾ ചിന്തിക്കും ഇതെന്ത് ചെയ്യണം, ഇപ്പോൾ പ്രിൻ്റ് ആവണം. പ്രിൻ്റ് ആയിട്ടുണ്ടാവില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് ഈ നോഡിനുള്ളിൽ, ഈ റോ ഉണ്ടാക്കിയ ഈ നോഡിൻ്റെ ഉള്ളിൽ ഇടണ്ടേ, ആ നോഡിനുള്ളിൽ ഇടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, റോനെ എടുക്കുക. റോ ഡോട്ട്, ഇവിടെയാണ് അപ്പൻ ചൈൽഡ്, കണ്ടോ, അപ്പൻ ചൈൽഡ്. ഈ അപ്പൻ ചൈൽഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഡാറ്റ, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോഡിനുള്ളിൽ മൾട്ടിപ്പിൾ നോഡ്സിനെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പൻ ചൈൽഡ് എന്നുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീപ്പായി നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോഡ് ഉണ്ടാവും. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോഡ് ഏതാ, RTR. ആ TRൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ പറഞ്ഞ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള നോഡ്സിനൊക്കെ ആഡ് ചെയ്യണം. അതിന് വേണ്ടി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ എന്നിട്ട് ഓരോന്നായിട്ട് ഇടാം. ആദ്യം നെയിമാണ്, പിന്നെ എന്ത് ചെയ്യുക, പിന്നെയും കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇവിടെ നെയിം എന്നുള്ളത് എന്ത് ചെയ്യുക, പ്രൈസാക്കി മാറ്റുക. ദെൻ ഒന്നും കൂടി കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, പിന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഇമേജ് എന്നുള്ളതാക്കി മാറ്റുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, ഇപ്പോഴാണ് അപ്പൻഡ് ആയത്. ഓക്കെ, അപ്പൻഡ് ആയതിനു ശേഷം നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ, സേവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റ വന്നിട്ടില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ റോ ഒക്കെ എഴുതിയതിന് ശേഷം പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടി മറന്നു, ടേബിൾ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. ടേബിളിന് വേണ്ടി കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലെറ്റ്, ഓൾറെഡി നമുക്ക് ടേബിൾ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ടേബിളിലെ ഒരു ക്വറി സെലക്ടർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കാം. ക്വറി സെലക്ടർ എന്താണെന്നും കൂടി നമ്മൾ എന്ത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതൊന്നും കൂടി നോക്കുക. ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ടർ കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ടേബിൾ കൊടുക്കുക. ഇനി ടേബിളിലാണ് എന്ത് ചെയ്യുക, നമ്മൾ റോനെ മൊത്തത്തിൽ അപ്പൻഡ് ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ ഡോട്ട് അപ്പൻഡ് ചൈൽഡ് റോനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, റോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് സേവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ പറഞ്ഞ ഡാറ്റ മൊത്തം വന്നു. പക്ഷേ ഇമേജിന് എന്തോ ഇഷ്യൂ ഉണ്ട്, നമുക്കതൊന്നും കൂടി നോക്കാം. ഇമേജിന് എന്താ ഇഷ്യൂ എന്ന്, നമ്മൾ ഇമേജിന് എന്താ ഇഷ്യൂ എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ TD ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. TDൻ്റെ ഉള്ളിൽ നമുക്ക് IMG ഉണ്ടല്ലോ, ആ IMGൻ്റെ ടാഗിൻ്റെ ഉള്ളിലാണല്ലോ കൊടുക്കേണ്ടത്. സോഴ്സ് അവിടെയാണല്ലോ ഉള്ളത്. ഈ TDന് സോഴ്സ് ഉണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഇവിടെ ഇമേജ് സെല്ല് നാക്കി മാറ്റുക. ഓക്കെ, ഇമേജ് സെല്ല് നാക്കി മാറ്റുക. എന്നിട്ടാണ് ഈ ഇമേജ് എന്നുള്ള ഇവിടെ ഇമേജ് നാക്കി IMG നാക്കി മാറ്റുക. ഇനി IMGന് എന്താവും, ഈ പറഞ്ഞ ഇമേജിൽ സോഴ്സ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി എന്തെന്ന് വെച്ചാൽ ഈ IMGയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ഇതിനെ എന്ത് ചെയ്യണം,
അപ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പെൻഡ് ചെയ്യുന്നതിന് അപ്പെൻഡ് ചൈൽഡ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇമേജ് സെല്ല് എന്നുള്ള ഇമേജ് എന്നുള്ളത് കൊടുക്കുക, ഇവിടെ കൊടുക്കുക. ഓക്കെ, then കൊടുത്തതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ മൊത്തം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മൾ ഡാറ്റ കാര്യങ്ങളൊക്കെ എത്തി ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായി ജാവാസ്ക്രിപ്റ്റ് തന്നെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിവിടെ പഠിപ്പിക്കാനുള്ള റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിനി റിയാക്റ്റിലേക്ക് കടക്കുമ്പോൾ റിയാക്റ്റ് അതിനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഡോം വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ ഡോം ഇവിടെ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ പ്രോപ്പറായി നിങ്ങൾക്ക് പറഞ്ഞ ഈ അപ്പെൻഡ് ചെയ്യലും ക്രിയേറ്റ് എലമെൻറ്റും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, ഇത് പ്രോപ്പറാക്കി മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എന്താ ഇനി മുന്നോട്ട് റിയാക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, അവിടെ ലിങ്കിൽ കയറി നമുക്ക് മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മളെ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.